ഇന്ന് നമ്മൾ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിന്റെ അവസാന കുറച്ച് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്നും ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്, ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്, നേച്ചർ ഓഫ് മാനേജ്മെന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നിവ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: മാനേജീരിയൽ ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേഷണൽ ഫങ്ഷൻസ്. മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാനേജർ പൊതുവായി ചെയ്യേണ്ട കുറച്ച് പ്രവർത്തനങ്ങളെയാണ് മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഏത് ലെവലിൽ നിൽക്കുകയാണെങ്കിലും, ടോപ്പ് ലെവലിലാകട്ടെ, മിഡിൽ ലെവലാവട്ടെ, ലോവർ ലെവലിലാവട്ടെ, ഏത് ലെവലിലെ മാനേജറും ചെയ്യേണ്ട ചില പൊതുവായ ഫങ്ഷൻസ് ആണ് മാനേജീരിയൽ ഫങ്ഷൻസ്. അത് ഏതൊക്കെയാണ്? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇനി ഇതിൽ ഓരോന്നിനെയും നമുക്ക് കുറച്ചും കൂടി വിശദമായി പരിചയപ്പെടാം. ആദ്യമായി പ്ലാനിംഗ്. വാട്ട് ഈസ് പ്ലാനിംഗ്? ഇറ്റ് ഈസ് ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു എക്സെട്ര. ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലേക്കൂട്ടി തന്നെ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരാൽ ചെയ്യപ്പെടണം എന്നീ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യലാണ്, ആസൂത്രണം ചെയ്യലാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വോണ്ട് ടു ഗോ. അതായത് നമ്മളിപ്പോൾ എവിടെയാണ്, നമ്മൾ എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു, അതിനിടയിലുള്ള വിടവിനെ, ഗ്യാപ്പിനെ നികത്തുന്ന പ്രവർത്തനം കൂടിയാണ് പ്ലാനിംഗ്. ഓർഗനൈസിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓർഗനൈസിംഗ് മീൻസ് ബ്രിങ്ങിംഗ് ടുഗെദർ വേരിയസ് റിസോഴ്സസ് ലൈക്ക് മെൻ, മെറ്റീരിയൽസ്, മണി, മെഷീനറി എക്സെട്ര ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടുവാൻ ആസൂത്രണം മാത്രം മതിയോ? എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മാത്രം നമുക്ക് ലക്ഷ്യം നേടാൻ പറ്റുമോ? പറ്റില്ല. ഒരു സ്ഥാപനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആസൂത്രണം ചെയ്തു കഴിഞ്ഞ്, അതായത് പ്ലാൻ ചെയ്തു കഴിഞ്ഞ്, നമ്മളുടെ പ്ലാനിലേക്ക് ആവശ്യമുള്ള, അതായത് നമ്മുടെ ലക്ഷ്യം നേടാൻ നമുക്ക് എന്തൊക്കെ വേണമോ ആ വിഭവങ്ങളൊക്കെ നമ്മൾ സ്വരൂപിക്കണം. അത് ജോലി ചെയ്യാനുള്ള ജീവനക്കാരാകാം, അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് ആവാം, പണിയെടുക്കാനുള്ള എക്വിപ്മെന്റ് അഥവാ മെഷീനറി ആകാം, പണമാകാം. ഇതൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം, സ്വരൂപിക്കണം, അല്ലെ? ഇനി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, സ്ഥാപനത്തിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, അല്ലെ? അതിൽ ആർക്ക് മീതെയാണുള്ളത്, ആർക്കാണ് കൂടുതൽ അതോറിറ്റി, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇതൊക്കെ തീരുമാനിക്കുന്നതും ഓർഗനൈസിംഗിന്റെ ഒരു ഫംഗ്ഷനാണ്. മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു മാനേജറുടെ അടുത്ത പ്രവർത്തനമാണ് സ്റ്റാഫിംഗ്. വാട്ട് ഇസ് സ്റ്റാഫിംഗ്? ഇറ്റ് മീൻസ് അപ്പോയിന്റിംഗ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പൊസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ വ്യക്തി എന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ, വേണ്ട ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയെ, അനുയോജ്യനായ വ്യക്തിയെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥാനത്ത്, അയാൾ അർഹിക്കുന്ന പൊസിഷനിൽ കൃത്യമായ സമയത്ത് നിയമിക്കണം. ഈ ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇത് എല്ലാവരും തന്നെ ചെയ്യേണ്ട ഫംഗ്ഷനാണ്. ടോപ്പ് ലെവൽ മാനേജർ മിഡിൽ ലെവൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു, അല്ലെ? സിഇഒ, വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ മുതലായ ആളുകൾ മിഡിൽ ലെവൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അവർ മിഡിൽ ലെവൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ മിഡിൽ ലെവൽ മാനേജേഴ്സ് ലോവർ ലെവൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വേണ്ട ജീവനക്കാരെ മിഡിൽ ലെവൽ മാനേജേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു മാനേജറുടെ പൊതുവായ പ്രവർത്തനമാണ്. ഏത് തട്ടിലായിക്കോട്ടെ ആ മാനേജർ ചെയ്യേണ്ട പൊതുവായ പ്രവർത്തനങ്ങളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രവർത്തനം ഡയറക്റ്റിംഗ്. വാട്ട് ഇസ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗ് മീൻസ് ഗൈഡിംഗ്, സൂപ്പർവൈസിംഗ്, ഇൻസ്ട്രക്ടിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ സബോർഡിനേറ്റ്സ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ജീവനക്കാരെ വേണ്ട സമയത്ത് ഗൈഡ് ചെയ്യുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരുടെ മേൽ ഒരു മേൽനോട്ടം വഹിക്കുക, പിന്നെ ഇൻസ്ട്രക്ടിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്, അവർക്ക് വേണ്ട പ്രചോദനം നൽകുക. ഇതൊക്കെയാണ് മാനേജറുടെ അടുത്ത പ്രവർത്തനം. നമ്മൾക്ക് ഒരു ഡയറക്ടർ, ഒരു ഫിലിം ഡയറക്ടർ ചെയ്യുന്നത് എന്താണെന്നറിയാം.
ഒരു ഫിലിം ഡയറക്ടറാണ് സിനിമയുടെ ശില്പി അല്ലെ, അല്ലെങ്കിൽ ഫിലിം അദ്ദേഹത്തിന്റെ മനസ്സിലാണുള്ളത്. അപ്പോൾ ആ സിനിമ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവിടെ ആക്ടേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ വേണ്ട രീതിയിൽ അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്നു ഒരു ഡയറക്ടർ. അതുപോലെ തന്നെയാണ് മാനേജർ ഒരു സ്ഥാപനത്തിൽ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായി കൺട്രോളിംഗ്. എന്താണ് കൺട്രോളിംഗ്? ഇറ്റ് ഇസ് ദി പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ദി ഓർഗനൈസേഷൻ ഇസ് മൂവിംഗ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആൻഡ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തതിനനുസരിച്ചാണോ സ്ഥാപനം മുന്നോട്ട് നീങ്ങുന്നത്? പ്ലാൻ ചെയ്തതിനനുസരിച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്തു, അതിനനുസരിച്ച് നമ്മൾ സ്റ്റാഫ് ചെയ്തു, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇനി ഈ നിർദ്ദേശങ്ങളെല്ലാം, ഈ ചെയ്തതെല്ലാം സ്ഥാപനത്തിനെ ശരിയായ ദിശയിലേക്കാണോ നയിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യലാണ് കൺട്രോളിംഗ് ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷണൽ ഫംഗ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, മാനേജ്മെന്റ് ഫംഗ്ഷൻസിനെ രണ്ടായി തരംതിരിക്കാം. ഫംഗ്ഷണൽ മാനേജ്മെന്റ് അഥവാ ഓപ്പറേഷണൽ മാനേജ്മെന്റ് ആൻഡ് മാനേജീരിയൽ ഫംഗ്ഷൻസ്. സാധാരണ ഒരു മാനേജർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും പിന്നെ ഓപ്പറേഷണൽ ഫംഗ്ഷൻസും. ഈ ഓപ്പറേഷണൽ ഫംഗ്ഷൻസിനെ നമ്മൾ ഫംഗ്ഷണൽ മാനേജ്മെന്റ് എന്നും പറയാറുണ്ട്. Operational management or functional management is based on a manager's specific area of work. Example, production management, marketing management, finance management, etc. അതായത് ഒരു മാനേജർ ചെയ്യുന്ന പ്രത്യേക മേഖല, അതായത് മാനേജർ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതിന് തനതായ കുറച്ച് പ്രവർത്തനങ്ങളെയാണ് ഓപ്പറേഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ ഉൽപാദനം, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തലവനെയാണ് പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നത് അല്ലെ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അതാണ് പ്രൊഡക്ഷൻ മാനേജർ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തലവനാണ് പ്രൊഡക്ഷൻ മാനേജർ. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി, പ്രൊഡക്ഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അവിടെ അദ്ദേഹം പ്ലാൻ ചെയ്യേണ്ടി വരും അല്ലെ, ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ എങ്ങനെ പോകണമെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം അവിടെ ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഒക്കെ ചെയ്യണം. പക്ഷേ ഏത് ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ്? ആ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ മേഖലയിൽ നിന്നുകൊണ്ടാണ്. ഇതിനെയാണ് ഓപ്പറേഷണൽ ഫംഗ്ഷൻ എന്ന് പറയുക. ഇനി അടുത്തതായി കോർഡിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. Coordination is not a separate function of management. What do you mean by coordination? Coordination എന്ന് പറഞ്ഞാൽ ഏകോപനം ഇല്ലേ. അതായത് നമ്മൾ നമുക്കറിയാം പ്ലാനിങ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് ഫംഗ്ഷൻ ആണെന്ന് അറിയാം അല്ലെ, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്ന് അറിയാം. എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് മാനേജ്മെന്റ്. അപ്പോൾ എല്ലാവരുടെയും എഫേർട്സ് ഒരേ ദിശയിലേക്കല്ല എങ്കിൽ മാനേജ്മെന്റിന് അർത്ഥമില്ലാതെയായി പോകും. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഏകോപനം. അത് മാനേജ്മെന്റ് ഒരു പ്രത്യേകമായ ഒരു ഫംഗ്ഷൻ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണത്? ഇറ്റ് ഇസ് ഇൻഹെറന്റ് ഇൻ ഈച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എല്ലാ പ്രവർത്തനത്തിലും ഉൾപ്പെട്ടിരിക്കുന്ന ഘടകമാണ് കോർഡിനേഷൻ. അതെങ്ങനെ? ഫോർ എക്സാമ്പിൾ, വെൻ ദ ടോപ്പ് മാനേജ്മെന്റ് പ്ലാൻസ് an increase in sales of 25%, accordingly the purchase manager, production manager and sales manager make plans and do other managerial functions to keep up with the overall plan. എന്താണ് ഇവിടെ പറയുന്നത്? ടോപ്പ് മാനേജ്മെന്റ്, സപ്പോസ് ഒരു സ്ഥാപനത്തിലെ ടോപ്പ് മാനേജ്മെന്റ് തീരുമാനിക്കുകയാണ് വിറ്റ് വരവ് 25% വെച്ച് വർദ്ധിപ്പിക്കണം, സെയിൽസ് 25% വർദ്ധിപ്പിക്കണം, വിൽപ്പന കൂട്ടണം. അപ്പോൾ ടോപ്പ് മാനേജ്മെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഉടൻ തന്നെ പർച്ചേസ് മാനേജർ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പർച്ചേസ് ചെയ്യും അല്ലെ. എന്തുകൊണ്ടാണ്? 25% കൂടുതൽ വിൽക്കണമെങ്കിൽ അത്രയും സാധനം ഉൽപ്പാദിപ്പിക്കണം. അത്രയും സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് വേണ്ട റോ മെറ്റീരിയൽ എവിടെ വാങ്ങണം? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ വാങ്ങിയിട്ടുണ്ടാവണം. അപ്പൊ നോക്കൂ, ആ ഓവറോൾ മാനേജ്മെന്റ് പ്ലാൻ അതിനനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും താനേ കോർഡിനേറ്റ് ആയി പോകുകയാണ്. അപ്പോൾ പ്ലാനിങ്ങിന്റെ എക്സാമ്പിൾ എടുത്താണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതുപോലെ തന്നെ കോർഡിനേഷൻ എല്ലാ മാനേജീരിയൽ ഫംഗ്ഷൻസിലും ഉൾപ്പെട്ടിരിക്കുന്നു. അതിനെ പ്രത്യേകിച്ചായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഘടകമാണ് കോർഡിനേഷൻ. നല്ലൊരു മാനേജ്മെന്റിൽ കോർഡിനേഷൻ അനിവാര്യമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് കോർഡിനേഷൻ ഇസ് ദി എസൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ സത്താണ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് കോർഡിനേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി നമുക്ക് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം.
ഇതിന് രണ്ട് പക്ഷക്കാരുണ്ട്. അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും പര്യായ പദങ്ങളാണ്, അതായത് രണ്ടിനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മറുപക്ഷക്കാര് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റിലും വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന കൂട്ടരുമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം എന്ത് അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഇസ് എ ഹയർ ലെവൽ ഫംഗ്ഷൻ. അപ്പൊ ഈ കൂട്ടര് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റ് ചെയ്യുന്ന പ്രവർത്തനത്തിനെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാമെന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. മാനേജ്മെന്റ് ഇസ് എ ലോവർ ലെവൽ ഫംഗ്ഷൻ. അതായത് ലോവർ ലെവലിൽ അല്ലെങ്കിൽ മിഡിൽ ലെവൽ, ലോവർ ലെവലിൽ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത് അഡ്മിനിസ്ട്രേഷൻ ഇസ് എ തിങ്കിങ് ഫംഗ്ഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബൗദ്ധികമായ പ്രവർത്തനമാണ് എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഇസ് എ ഡൂയിങ് ഫംഗ്ഷൻ. അതായത് അവിടെ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ആസൂത്രണത്തിന്റെ തോത് കൂടുതലാണ്. സോ ബൗദ്ധികമായ പ്രവർത്തനമാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ നടക്കുക. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ബൗദ്ധിക പ്രവർത്തനമാണ്. എന്നാൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡൂയിങ് ഫംഗ്ഷൻ. അതായത് ഇവിടെ ആസൂത്രണത്തിന്റെ തോത് കുറവാണ്, ഇവിടെ പ്രവർത്തനത്തിനെയാണ് ഊന്നൽ കൊടുക്കുന്നത്, പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് മാനേജ്മെന്റ് ഇസ് സെറ്റ് ടു ബി എ ഡൂയിങ് ഫംഗ്ഷൻ. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസമായിട്ട് എടുത്തു പറയുന്നത്. ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഡിറ്റർമിൻസ് ദ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ മൊത്തമായുള്ള നയങ്ങളെയും ലക്ഷ്യങ്ങളെയും സെറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് എന്താണ്? ഈ ടോപ്പ് മാനേജ്മെന്റ് ചെയ്ത പ്ലാൻസും പോളിസീസും, അതായത് അവർ ആസൂത്രണം ചെയ്തതിനനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് എക്സിക്യൂട്ട്സ് എവറി ആക്ടിവിറ്റി ആസ് പ്ലാൻഡ് ബൈ ടോപ്പ് ലെവൽ. ടോപ്പ് ലെവൽ പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് മാനേജ്മെന്റിന്റെ പണി. അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ്. അതായത് പ്ലാൻ ചെയ്തതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന പ്രവർത്തനമാണ് മാനേജ്മെന്റ് എന്നാണ് വാദം. ഇനി നാലാമത്തെ വ്യത്യാസം, ദ ടേം അഡ്മിനിസ്ട്രേഷൻ ഇസ് ജനറലി യൂസ്ഡ് ഇൻ ഗവൺമെന്റ് ഓഫീസസ്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ചെയ്യുന്ന മാനേജീരിയൽ പ്രവർത്തനത്തിനെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു. അപ്പൊ മാനേജ്മെന്റ് എന്ന പദം ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ബിസിനസ് ഓർഗനൈസേഷൻസിലും ആണ് എന്നാണ് വേറൊരു വ്യത്യാസമായി എടുത്തു പറയുന്നത്. അതായത് ചെയ്യുന്ന പ്രവർത്തനം രണ്ടും ഒന്ന് തന്നെ, പക്ഷേ ഗവൺമെന്റ് ഓഫീസിൽ അതിനെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പേര് കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ പ്രൈവറ്റിലും ബിസിനസ് സ്ഥാപനങ്ങളിലും അതിനെ മാനേജ്മെന്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നു. ഡിഫറൻസ് ഒരിക്കൽ കൂടി വായിച്ചു നോക്കാം. Difference between administration and management. Administration is a higher level function. Top level management ചെയ്യുന്ന പ്രവർത്തനമാണ് administration. Management is a lower level function. Middle levelലും lower levelലും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് management എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യത്യാസം, administration is a thinking function. ബൗദ്ധികമായ പ്രവർത്തനമാണ് administration. മാനേജ്മെന്റ് ഇസ് എ ഡൂയിങ് ഫംഗ്ഷൻ. പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുന്ന മേഖലയാണ് മാനേജ്മെന്റ്. ഇനി മൂന്നാമത്തെ വ്യത്യാസം, അഡ്മിനിസ്ട്രേഷൻ ഡിറ്റർമിൻസ് ദ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ നയങ്ങളെ വ്യക്തമാക്കുന്ന മേഖലയാണ് അഡ്മിനിസ്ട്രേഷൻ. വാട്ട് അബൌട്ട് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എക്സിക്യൂട്ട്സ് എവറി ആക്ടിവിറ്റി ആസ് പ്ലാൻഡ് ബൈ ടോപ്പ് ലെവൽ. അപ്പൊ ടോപ്പ് ലെവൽ നിശ്ചയിച്ച പ്ലാനുകൾ പ്രകാരം കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ജോലി. ഇനി നാലാമത്തെ വ്യത്യാസം, ദ ടേം അഡ്മിനിസ്ട്രേഷൻ ഇസ് ജനറലി യൂസ്ഡ് ഇൻ ഗവൺമെന്റ് ഓഫീസസ് ആൻഡ് ദ ടേം മാനേജ്മെന്റ് ഇസ് യൂസ്ഡ് ഇൻ പ്രൈവറ്റ് ആൻഡ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അപ്പൊ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കല്ല വ്യത്യാസം, ആ പദം എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം എടുത്ത് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഗവൺമെന്റ് മേഖലകളിലും മാനേജ്മെന്റ് എന്നുള്ളത് പ്രൈവറ്റ് മേഖലകളിലും ഉപയോഗിക്കുന്നു എന്നാണ് നാലാമത്തതായിട്ടുള്ള വ്യത്യാസം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്തെല്ലാമാണ് നമ്മൾ കണ്ടു. മാനേജ്മെന്റ് ഫങ്ഷൻസിനെ രണ്ടായി തരംതിരിക്കാം. മാനേജീരിയൽ ഫങ്ഷൻസും ഉണ്ട്,
ഓപ്പറേഷണൽ ഫങ്ഷൻസും ഉണ്ട്. മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ 5 എണ്ണം ആണ്. ഇതിൽ കൂടുതലുമുണ്ട്, എന്നാലും നമ്മൾ പൊതുവായി 5 എണ്ണമാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ, അതായത് മാനേജീരിയൽ ഫങ്ഷൻസ് എന്നുള്ള രീതിയിൽ കാണാറുള്ളത്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഓപ്പറേഷണൽ ഫങ്ഷൻസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്താണെന്ന് വിശദമായി ചർച്ച ചെയ്തു. ഇതോടെ നിങ്ങളുടെ അസൈൻമെന്റ് ടൈമായി വാട്ട് ആർ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ വിവിധ ഫങ്ഷൻസ് എന്തെല്ലാമാണ്. രണ്ടാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇത് നിങ്ങൾ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നന്ദി.